വളരെ വലിയ സന്തോഷത്തോടുകൂടിയാണ് നാം എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പെട്ടെന്ന് ഞാൻ ആ പുസ്തകത്തിലെ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു മന്ത്രിയുടെ മരണം ഈ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് അനുഭവിക്കുന്ന ടെൻഷനും അവരുടെ സന്തോഷവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ സാധാരണ നമ്മൾ വിചാരിക്കും അവർ ആഘോഷിക്കുകയാണെന്നാൽ, പക്ഷെ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വ്യഥ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഡെഡ് ബോഡിയും കൊണ്ട് നടക്കേണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ അത് വളരെ ഹൃദയപൂർവ്വമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ മന്ത്രി മരിച്ചാൽ, സർവീസിനിടയിൽ മന്ത്രി മരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് നമുക്ക് തോന്നും. അതിലേക്ക് ഇങ്ങനെ വളരെ സ്നേഹപൂർവ്വം നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി മരിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പോലീസും അതിൻ്റെ അകമ്പടി, അതിൻ്റെ ബഹളമൊക്കെ അതേപോലെ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ ഈ മൊബൈലില്ലാത്ത കാലമായതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയ ആളുകളെ ബന്ധപ്പെടാൻ, വളരെ ഫീൽഡിൽ പോയ ആളുകളെ ബന്ധപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഫീൽഡിൽ പോയ ആളുകളെ എങ്ങനെ കാണും, എങ്ങനെ ബന്ധപ്പെടും എന്നുള്ളതിനെക്കുറിച്ചുള്ള ടെൻഷൻ അവിടെയുള്ള മറ്റ് ജീവനക്കാർക്കുണ്ടായിരുന്നു. ഇതെല്ലാം വളരെ 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 നമ്മുടെ ഉള്ളിൽ തട്ടും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിലയിൽ നാം അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മോട് ആരോ അടുത്തിരുന്ന് പറയുമ്പോൾ തോന്നുന്ന വിധത്തിലാണ് മോഹൻകുമാർ നീലപത്മനാഭൻ്റെ ഈ കഥയെ ഇവിടെ ആവിഷ്കരിച്ച് നമ്മുടെ മുന്നിലെത്തിക്കുന്നത്. സദ്ഭാവന ട്രസ്റ്റിന് വളരെ സന്തോഷമുണ്ട്. നമ്മൾ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സന്തോഷത്തിൻ്റെ കൂടെ ഇതൊരു വളരെ വലിയ സന്തോഷമാണ്. ശൈലജ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, കുറേ അധികം പുസ്തകങ്ങൾ ഇപ്പോൾ മനസ്സിൻ്റെ പണിപ്പുരയിലാണ്, പുസ്തകങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായി ആ പുസ്തകങ്ങളൊക്കെ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ താല്പര്യം ഉള്ളതാണ്. അത് സദ്ഭാവന ട്രസ്റ്റിനെ ഏൽപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തമ്പാൻ സാർ പറഞ്ഞു, വേറെ പ്രസിദ്ധീകരിക്കപ്പെട്ട ചില പുസ്തകങ്ങൾ, കോപ്പിറൈറ്റ് ഇല്ലാത്ത പുസ്തകങ്ങൾ സദ്ഭാവന ട്രസ്റ്റിലേക്ക് ഏൽപ്പിക്കാം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ സദ്ഭാവന ട്രസ്റ്റിന് വളരെ സന്തോഷമാണ്. നമ്മുടെ ദൗത്യം ഈ വർഷം നമുക്ക് 1000 പുസ്തകം എത്തിക്കുക എന്നുള്ളത് ഇനി ആകെ 2 മാസമാണുള്ളത്. 2 മാസത്തിലുള്ള 1000 പുസ്തകം എത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ തന്നെയും പുസ്തക പ്രസിദ്ധീകരണവുമായി നമുക്ക് വളരെ സജീവമായി മുന്നോട്ട് പോകാനുള്ള പിന്തുണ ഇവിടെ നിരവധി എഴുത്തുകാർ വന്നിട്ടുണ്ട്. ശൈലജയുടെ പല സുഹൃത്തുക്കളും ഇവിടെ വന്നിരിക്കുകയാണ്. എഴുത്ത് ലോകവുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർക്കെല്ലാവർക്കും തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ വാതിൽ തുറന്നിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. സദ്ഭാവന ട്രസ്റ്റ് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്, ഒരു പൊതുവേദിയാണ്, പ്രസിദ്ധീകരണ രംഗത്തെ പൊതുവേദിയാണ്. ഇത് ഏതെങ്കിലും വ്യക്തിയുടെ ഒരു സ്ഥാപനമല്ല, ഒരു വ്യക്തി ലാഭമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കച്ചവട സ്ഥാപനമല്ല സദ്ഭാവന ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പൊതുവേദിയാണ്, എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഒക്കെ ഒരു പൊതുവേദിയാണ് സദ്ഭാവന ട്രസ്റ്റ്. അത് ഏത് ഭാഷയിലുള്ള പുസ്തകവും പ്രസിദ്ധീകരിക്കുന്നതിന് സദ്ഭാവന ട്രസ്റ്റ് തയ്യാറാണ്. ഇതിനടിസ്ഥാനം നാം കാണുന്ന ഒരു സംഘടനാ സംവിധാനം നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ NBTയുടെ മാതൃകയിലുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് നോക്കിക്കാണുന്നത്. NBTയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രസാധകർ, നമുക്കെല്ലാവർക്കും അറിയാം. ഭാരത സർക്കാർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ജവഹർലാൽ നെഹ്റുയുടെ കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രസ്ഥാനമാണ് NBT. സദ്ഭാവന ട്രസ്റ്റ് പേരിടുമ്പോൾ NBT SBT എന്ന നിലയിലാണ് പേരിട്ടത്, സദ്ഭാവന ട്രസ്റ്റ് എന്ന പേരിൽ. നമുക്ക് NBTയേക്കാളും മുന്നിൽ പോകണം എന്നുള്ള മോഹമുണ്ട്. അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വരുന്ന 10 വർഷത്തിനുള്ളിൽ എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാ ഭാഷകളിലും ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്.
പുസ്തകം ഇപ്പോൾ നല്ല നിലയിൽ വിപണനം നടത്തുവാൻ സദ്ഭാവന ട്രസ്റ്റിന് കഴിയുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 900ഓളം വിപണന കേന്ദ്രങ്ങളുണ്ട്. അതിലേതാണ്ട് 100ഓളം വിപണന കേന്ദ്രങ്ങൾ സദ്ഭാവന ട്രസ്റ്റുമായി ബന്ധമുള്ളതാണ്. പുസ്തകം അച്ചടിപ്പിക്കാൻ ഏൽപ്പിക്കുന്ന, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സദ്ഭാവന ട്രസ്റ്റിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങളുടെ പുസ്തകം വായനക്കാരിലെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് അവിടെ കെട്ടിവെച്ചേക്കും, തെക്കാട് കെട്ടിവെച്ചേക്കും, തെക്കാട് എന്തായാലും കെട്ടിവെക്കില്ല എന്നുള്ള. എല്ലാ എക്സിബിഷനും പങ്കെടുക്കുകയും ആ എക്സിബിഷനുകൾക്ക് പുറമേ തന്നെ എല്ലാ വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കുവാൻ സദ്ഭാവന ട്രസ്റ്റിൻ്റെ സംഘാടകരും അതിൻ്റെ വക്താക്കളുമായ വ്യക്തികൾ രാവും പകലും തന്നെയാണ് അവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സംഘം പെൺകുട്ടികളുടെ കൂട്ടായ്മയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അവരിങ്ങനെ ഓടി നടന്ന് ഈ പുസ്തകം വിപണനത്തിന് വേണ്ടി പ്രചരിപ്പിക്കുവാൻ വേണ്ടി അത് പ്രസിദ്ധീകരിക്കുവാനും വിപണനം നടത്തുവാനും അത്യുത്ഥാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ വിധത്തിലുള്ളൊരു പ്രസ്ഥാനം നമ്മുടെ ചുറ്റുപാടും മറ്റൊന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കണം. സദ്ഭാവനയുടെ ബന്ധുക്കളായ സദ്ഭാവന ട്രസ്റ്റിൽ സഹകരിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഈ പുസ്തക പരിചയം നടത്തുവാനും നമ്മോട് സംസാരിക്കുവാനായി സദ്ഭാവന ട്രസ്റ്റിലെ ചീഫ് എഡിറ്ററും വൈജ്ഞാനിക സാഹിത്യ മഹാപ്രതിഭയുമായ ഡോക്ടർ എം ആർ തമ്പാനി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ബാലേന്ദ്രൻ, ശ്രീ പ്രതാപ് കിഴക്കേവിടം, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ശ്രീ ബിജു, ശ്രീമതി ശൈലജ, ഇന്നത്തെ താരം കുഴിത്തറ മോഹൻകുമാർ, ജയ, സിന്ധു, മാന്യ സുഹൃത്തുക്കളെ, നീല പത്മനാഭൻ നമ്മുടെ മലയാള സാഹിത്യത്തെയും തമിഴ് സാഹിത്യത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. അദ്ദേഹം കവിയാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, ലേഖകനാണ്, വിവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ വികസിത ലോകഭാഷകളിലും ഫ്രഞ്ചിലും ഡച്ചിലും ഒക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും ഇന്ത്യൻ ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. 3 ഭാഷകളിൽ കവിത എഴുതാൻ, നോവൽ എഴുതാൻ കഴിയുന്ന, തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാൻ കഴിയുന്ന ഒരു വിഷയക സാഹിത്യകാരൻ അദ്ദേഹം. എനിക്ക് അദ്ദേഹവുമായി ഒരുപാട് അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായി. ആദ്യമായി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 1926 ഏപ്രിൽ 26 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അത് ഓർത്തിരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് തമിഴ് സംഘത്തിൽ മുരുകൻ വന്നിട്ടില്ല. തമിഴ് സംഘത്തിൽ മീറ്റിംഗ്, ജന്മദിന ആഘോഷം നടത്താറുണ്ട്. നീലപത്മം എന്ന ഒരു പുരസ്കാരവും നൽകാറുണ്ട്. ശൈലജയ്ക്കും അത് കിട്ടിയിരുന്നാണ്, എനിക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. പക്ഷെ അതിനുശേഷം ശൈലജയുമായിട്ടാണ് ഞാൻ കൂടുതൽ നീലപത്മനായിട്ട് അടുക്കാനിടയായത്. അതുകൊണ്ട് തന്നെ പ്രിയദർശിനിക്ക് അതൊരു നേട്ടമാക്കാൻ എനിക്ക് കഴിഞ്ഞു. രഥമോടും വഴി എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം, അത് കഴിഞ്ഞ് വീണ്ടും ഒരു കവിതാ സമാഹാരം കൂടി പ്രിയദർശിനി ഇറക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ പ്രകാശനവും വളരെ നന്നായി നടത്തുകയുണ്ടായി. പിന്നെ ചെറുകഥാ സമാഹാരം, അത് 3-4 പതിപ്പ് വിറ്റുപോയി. വളരെ രസകരമായ കഥകളുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് നമുക്ക് കുടുംബസമേതം വായിക്കാൻ പറ്റുന്ന കഥകളാണ്. വളരെ ഒരു നാട്ടുഭാഷയിൽ വളരെ ലളിതമായി കഥകൾ പറഞ്ഞു പോകുന്ന ഒരു ആഖ്യാന ശൈലി അദ്ദേഹത്തിന് ഉണ്ട്. ആവണിപ്രപ്പ് എന്ന ചെറുകഥാ സമാഹാരം ഉണ്ട്. അതിൽ ഒരു കഥ ഞാൻ ഓർക്കുന്നത്, 2015 ആ കഥാസമാഹാരം ഇറക്കിയത്. അത് വിവർത്തനം ചെയ്തത് ശൈലജയായിരുന്നു. അപ്പോൾ അതിൽ ഒരു കഥയിൽ അദ്ദേഹം
ഈ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലും ലൈംഗികതയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ആർക്കും വായിക്കാവുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ചിരുന്ന് വായിക്കാവുന്ന കഥകളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം സെക്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഏക കഥ ഇതിലൊന്നുള്ളതാണ്. അവന് സെക്സ് അശ്ലീലമല്ല, അത് ജീവിതത്തിനൊരു അനിവാര്യതയാണ്, മറ്റേ ഇതുപോലെ ഒരു ബയോളജിക്കൽ നെസസിറ്റിയാണ്. എന്നിട്ട് ഈ കഥയിലെ നായകന് ഇതിലൊരു അതിഭ്രമമാണ് സെക്സിൽ. അങ്ങനെയുള്ളവരെ നമ്മൾ ഞരമ്പ് രോഗികളെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ നായകന് ഇതിൽ താല്പര്യം വരുമ്പോഴെല്ലാം ഭാര്യയോട് പറയുന്നത് നമുക്ക് കണക്ക് നോക്കാവുന്നത്. അപ്പോൾ ഈ കണക്ക് നോക്കാമെന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മാത്രം മനസ്സിലാകും, ബാക്കി അടുത്തിരിക്കുന്ന കുട്ടികൾക്കും ഒന്നും മനസ്സിലാകാത്തിരിക്കുകയാണ്. അപ്പം സെക്സിനെ കുറിച്ച് അദ്ദേഹത്തിന് ഉള്ളൊരു അഭിപ്രായം ഒരു അനിവാര്യതയാണ്. ആ കഥയെക്കുറിച്ചൊക്കെ വിവർത്തക വിശദമായി അതിൽ പറഞ്ഞുകൊള്ളും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി, എഴുത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നാട്ടുഭാഷയിലുള്ള നർമ്മം കലർന്ന അതിലളിതമായ തനതായ ഒരു ആഖ്യാന ശൈലി അദ്ദേഹത്തിനുണ്ട്. കൂടാതെ 2 നോവലുകളും ഞങ്ങൾ പ്രിയദർശന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ 2 നോവലുകൾ, ഒന്ന് നൊമ്പരങ്ങൾ എന്ന് പറഞ്ഞൊരു കുടുംബ കഥ പറയുന്നതാണ്, മറ്റൊന്ന് ലഹരിയിൽ ലയിച്ചവർ. അത് ഇന്നും പ്രസക്തമാണ്. നമ്മൾ സ്കൂൾ തലത്തിൽ വരെ ലഹരി വ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഇതാണ്. ഇത് മദ്യം, അത് മരണമാണ്, അത് ദുഃഖമാണ്, അത് വേദനയാണ്, അത് ഉപേക്ഷിക്കണം എന്നുള്ളത് ഒരു നോവലിലൂടെ ചിത്രീകരിക്കുന്നതാണ് ലഹരിയിൽ ലയിച്ചേർന്നുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ മറ്റ് കൃതികളിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നത്. തലമുറകളാണ് അദ്ദേഹത്തിന് ഏറ്റവും അംഗീകാരം കിട്ടിയതും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവല് തലമുറകളാണ്. ആ തലമുറകൾ ഇവിടെ കുടിയേറി പാർത്ത ചെട്ടിയാർ കുടുംബത്തിൻ്റെ 4 തലമുറകളുടെ കഥ പറയുന്നതാണ് ആ നോവല്. ഇനി നമ്മുടെ ഇന്നത്തെ കൃതിയിലേക്ക്, വട്ടത്തിന് പുറത്ത് എന്നുള്ള കൃതിയിലേക്ക് കടക്കാം. ഇപ്പം വിവർത്തനം അതൊരു കലയാണ്. നമ്മൾ ദേശീയോദ്ഗ്രഥനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഭാരത സാഹിത്യത്തെക്കുറിച്ച് പറയുന്നത് 28 തിരികൾ തെളിയുന്ന ഒരു നിലവിളക്കാണെന്നാണ്. ആ ഓരോ തിരിക്കുമുള്ള ഊർജം ഒന്നാണ്. അപ്പം ഭാരത സാഹിത്യം ഒന്നാണ്, വിവിധ ഭാഷകളിൽ എഴുതപ്പെടുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പ്രായോഗികമാകണമെങ്കിൽ, പ്രാവർത്തികമാകണമെങ്കിൽ ഈ വിവർത്തനത്തിലൂടെ കഴിയുള്ളൂ. ഇന്ത്യൻ ഭാഷകളിലെ കൃതികൾ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യണം. നമ്മുടെ മലയാളത്തിലെ പല കൃതികളും വിവർത്തനം ചെയ്യുകയാണെങ്കിൽ, ലോക ഭാഷകളിൽ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ നോബൽ പ്രൈസിന് പോലും അർഹതയുള്ളതാണ്. നമുക്ക് കേരളത്തിൽ ഒരു സർക്കാരിൻ്റെ കീഴിൽ ഒരു ട്രാൻസ്ലേഷൻ മെഷീനുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. കുറച്ച് പേര് ആ മെഷീൻ്റെ പേരിൽ ജീവിക്കുന്നുവെന്നും മാത്രം. അപ്പോൾ ഇതിന് നമ്മുടെ കൃതികൾ മറ്റൊരിലേക്ക്, ആ ദൗത്യമാണ്, ദേശീയോദ്ഗ്രഥനത്തിനുള്ള ദൗത്യമാണ് നീല പത്മനാഭൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ വാചകത്തെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞിട്ട്, കാരണം തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും ഇതൊന്നും ഒരു കാലത്ത്, പ്രാചീന കാലത്ത് നമ്മുടെ ദക്ഷിണേന്ത്യ മുഴുക്കെ ഒരു ഭാഷയാണ് സംസാരിച്ചിരുന്നത്. മലയാണ്മയെന്ന് പറഞ്ഞ തമിഴും, അതുപോലെ തന്നെ തെലുങ്ക്, കന്നഡ, ഇവിടെയൊക്കെയല്ല. അവിടെ സാധാരണക്കാർ സംസാരിച്ചിരുന്ന ഒരു തമിഴുണ്ടായിരുന്നു, സാധാരണ തമിഴ്. പിന്നെ മറ്റേ വരേണ്യവർഗം സംസാരിച്ചിരുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു, അത് ചെന്തമിഴാണ്. അത് മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതുകൊണ്ട് ചെന്തമിഴുന്നില്ല. സാധാരണ തമിഴ് ഉപയോഗിച്ചിരുന്നിടത്ത് മലയാണ്മയുടെ സ്ഥലത്ത് ഇന്നത്തെ മലയാളമായി, തമിഴ്നാട്ടിലെ തമിഴായി, മറ്റേ തെലുങ്കായി, കന്നഡയായി രൂപാന്തരം പ്രാപിച്ചു എന്ന ഭാഷാപരമായ ഒരു സിദ്ധാന്തമുണ്ട്. പക്ഷെ അത് എല്ലാം ഇന്നും തകിടം മറിഞ്ഞിരിക്കുന്നു വേറെ ഗവേഷണ ഫലമായിട്ട്. നമ്മുടെ ഹെർമൻ ഗുണ്ടട്ടാണ് തമിഴിനെയും മലയാളത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടൊരു വാചകം പറഞ്ഞത്. മലയാളം തമിഴിൻ്റെ സഹോദരിയാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ അന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഹെർമൻ സായിപ്പായതുകൊണ്ടാണോ എന്തോ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും AR രാജരാജവർമ്മയും എല്ലാം അതിനെ പ്രശംസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സാഹിത്യകാരൻ മാത്രം അതിനെ എതിർത്തു. അത് തമിഴ് നാട്ടുകാരനായ മലയാളത്തിൽ വളർന്ന ഉള്ളൂർ S. പരമേശ്വരയ്യരാണ്. അദ്ദേഹം പറഞ്ഞു, തമിഴിൻ്റെ സഹോദരിയല്ല മലയാളം, മലയാളത്തിന് തമിഴിൻ്റെ മൂത്ത സഹോദരിയാകാനുള്ള യോഗ്യത കൂടി നമ്മുടെ മലയാളത്തിനുണ്ട്. ഒരു ഭാഷയിൽ നിന്നും ഉടലെടുത്തതല്ല മലയാളം, അതിന് തനതായ ഒരു വ്യക്തിത്വമുണ്ട് എന്ന് ഉള്ളൂരെന്ന് പറയുണ്ടായി.
അന്ന് ഗോദവർമ്മയും എൻ വി കൃഷ്ണവാര്യരും ഒക്കെ ഉള്ളൂരിനെ അനുകൂലിച്ചു. എൻ വി കൃഷ്ണവാര്യർ ഒരു പുസ്തകം തന്നെ എഴുതി, തൈപ്പാവെ എന്ന ആണ്ടാറിൻ്റെ പുസ്തകം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ പുസ്തകത്തിന് തമിഴിനോടുള്ളതിനേക്കാൾ ആണ്ടാറിൻ്റെ പുസ്തകത്തിന് കൂടുതൽ സാദൃശ്യങ്ങളുള്ളത് മലയാളത്തിലാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ നമുക്ക് ശ്രേഷ്ഠ ഭാഷയായിട്ട് തമിഴിനെ തുടർന്ന് നമ്മൾ മലയാളവും ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കുകയുണ്ടായി. ആ ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിച്ചത് തമിഴിൻ്റെ സഹോദരി എന്ന നിലയിലല്ല, മറിച്ച് ആദ്യ ദ്രാവിഡ ഭാഷയിൽ, ആ ആദ്യ ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് തമിഴും മലയാളവും ഉടലെടുത്ത്. ആദ്യ ദ്രാവിഡ ഭാഷയുടെ സാഹിത്യമാണ് സംഘസാഹിത്യം. ആ സംഘസാഹിത്യത്തിലെ മുഖ്യ കൃതികളാണ് ചിലപ്പതികാരവും മണിമേഖലയും മറ്റും. ആ കൃതികൾക്ക് തമിഴിനോടുള്ളതിനേക്കാൾ കൂടുതൽ സാമ്യം മലയാളത്തിനാണുള്ളത്. അതുകൊണ്ട് സംഘസാഹിത്യത്തിന് തമിഴിന് അവകാശപ്പെടുന്നത് പോലുള്ള അവകാശം നമ്മുടെ മലയാളത്തിനുണ്ടെന്നും MGS നാരായണനും മറ്റുമൊക്കെ ഇതിൻ്റെ ഉപസമിതിയിൽ വാദിച്ചതും അതിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത്. നെല്ലാതീതമായി ഞാൻ വായിച്ച ഒരു പുസ്തകം ഇപ്പോൾ ഓർക്കുകയാണ്. കാരണം മലയാളം ഉടലെടുത്തത് സംസ്കൃത പക്ഷപാതികൾ പറയുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്, തമിഴ് പക്ഷപാതികൾ പറയും തമിഴിൽ നിന്നാണ്, മറ്റൊരു കൂട്ടർ പറയും തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സങ്കരമാണ് മലയാളം. പക്ഷേ ഇതൊന്നുമല്ല. ഇവിടെ മറ്റധിനിവേശങ്ങളെല്ലാം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിനൊരു ഭാഷയുണ്ടായിരുന്നു, അതിനൊരു തനിമയുണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് നാരായണൻ്റെ കൊച്ചരീത്തി എന്ന നോവൽ. അതിലെ ഒരു സംസ്കൃത പദവും തമിഴ് പദവും അതിൽ കാണാൻ പറ്റില്ല. അവിടെ പ്രാചീന മലയാളത്തിൻ്റെ തമിഴും മലയാളവും എല്ലാം ഏതാണ്ട് ഒന്നായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് അതിൽ അച്ഛനെ പറയുന്നത് തന്തയെന്നാണ്, അമ്മയെ പറയുന്നത് തള്ളയെന്നാണ്. ഇനിയിപ്പോൾ അച്ഛൻ്റെ പേര് എന്താ എന്നതിന് എൻ്റെ തന്തയുടെ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മോശ പദപ്രയോഗമായിട്ട് പറഞ്ഞത് ഒരു ജൈവ ഭാഷയിലുള്ളതാണ്. പല പദങ്ങളും പുതിയ അർത്ഥതലങ്ങൾ തേടും, ചിലതൊക്കെ ലോപിക്കുന്നു ചുവക്കെ പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത് തമിഴിനും മലയാളവും അത് ഒരേ മൂലഭാഷയിൽ നിന്നുടലെടുത്ത, അതിന് സഹോദരങ്ങളെന്നോ എന്ത് പേരിട്ടിരുന്നാലും ആ ഒരു ബന്ധമുണ്ട്. ആ തമിഴിൻ്റെ സംസ്കാരം അത് തന്നെയാണ് നമ്മുടെ മലയാളത്തിൻ്റെയും സംസ്കാരമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ദ്രാവിഡ ഭാഷയാണ് നമ്മുടെയൊക്കെ, അത് കഴിഞ്ഞ് ആര്യ ഭാഷ, അതിൻ്റെ പിന്നിലോട്ടൊക്കെ പോകേണ്ടി വരും. ഞാൻ അതിലോട്ട് ഒന്നും കടക്കുന്നില്ല. ഇവിടെ ഈ വിവർത്തനത്തെക്കുറിച്ച് വിവർത്തനം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പദാനുപദ വിവർത്തനമുണ്ട്, മറ്റൊന്ന് ഒരു കൃതി വായിച്ച് അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ആ കൃതിയുടെ ആത്മാവ് ആവാഹിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യുന്നത്. ഇവിടെ വട്ടത്തിന് പുറത്ത് എന്ന കൃതി അദ്ദേഹം വിവർത്തനം ചെയ്തിരിക്കും, മോഹൻകുമാർ വിവർത്തനം ചെയ്തിരിക്കുന്നത് ആ മൂലകൃതിയുടെ എല്ലാ സത്തയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഒരു പാരായണക്ഷമതയുള്ള വിവർത്തനമാണ്. പക്ഷേ എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഈ സംസ്കാരങ്ങൾ ഈ വിവർത്തനത്തിൽ പകർന്നു നൽകുന്നതിനുണ്ടാകുന്ന പാളിച്ചയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഉദാഹരണത്തിന് ചെമ്മീനുണ്ട്. ചെമ്മീൻ ജർമ്മനിയിലേക്ക് വിവർത്തനം ചെയ്ത കൃതിയാണ്. ഒരു ജർമ്മൻകാരൻ അത് വായിച്ചു. അദ്ദേഹം അവിടെ ഒരു സംഘം വന്നപ്പോഴെൻ്റെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ സാഹിത്യകാരന്മാരൊക്കെ വരുമ്പോൾ അവിടെ വരാറുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രകീർത്തിക്കുന്ന ഈ ചെമ്മീൻ ഒരു പന്നകൃതിയാണ്, എനിക്ക് ഒരു താല്പര്യമില്ല, ഒട്ടും അതിനകത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണത്, എൻ്റെ ആഖ്യാന ശൈലിയാണോ എന്താണതുള്ളത്? അപ്പോൾ അയാളുടെ ചോദ്യം, ഈ പരീക്കുട്ടിക്ക് കർത്തമ്മയെ കല്യാണം കഴിച്ചുകൂടായിരുന്നു, എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? അത് കഴിച്ചെങ്കിൽ പ്രശ്നം തീരുന്നില്ല, കല്യാണം കഴിക്കാൻ ഒരു തടസ്സവും ഇല്ലല്ലോ, അവർ പ്രേമിച്ചതല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ മലയാളികളുടെ സംസ്കാരം അനുസരിച്ച് ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ, അരയ സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ വിവാഹം നിഷിദ്ധമാണ്. അത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇതിന് കുറച്ച് അർത്ഥതലങ്ങൾ ഉണ്ടല്ലോ എന്ന്. അപ്പം നമ്മൾ ഒരു കൃതിയിൽ നിന്ന് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ രണ്ട് ഭാഷയുടെയും സംസ്കാരങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം. ഇപ്പം ഇതിൽ തന്നെ കഥാനായകൻ ജയകുമാറാണ്. ജയകുമാർ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ ദുരന്തങ്ങളാണ്. ഇതുവരെ മറ്റൊരു കൃതിയിലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദുരന്തങ്ങളെക്കുറിച്ച് വന്നിട്ടില്ല, അതാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അത് കഥാനായകൻ കഥ പറയുമ്പോൾ ഞാൻ എന്നതിന് പകരം ഇവൻ എന്നാണ്, മറ്റേ താളിന് പറയുമ്പോൾ അവൻ എന്നാണ്. നമ്മൾ മലയാളത്തിൽ സാധാരണ ആരോടും സംസാരിക്കുമ്പോൾ അവൻ, അവൾ, ഇവള് എന്നൊക്കെ പറയുന്നത്
എന്തോ കുറച്ച് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഇവൻ എന്ന് പറയുന്നതിന് പകരം ഞാനെന്നും പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ സഭ്യമാകുന്നത്. അതിൽ അവനെന്ന് പറയുന്നതിന് പകരം നിങ്ങളെന്നോ താങ്കളെന്നോ പറയുന്നതിൽ കുറച്ചും കൂടെ സഭ്യമായ ഭാഷയായി മാറും. അതുമാത്രമല്ല, എല്ലാവരും ആദരിക്കുന്ന ഒരു കഥാപാത്രത്തെ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ കഥാപാത്രത്തെ ഇതിൽ പറയുന്നത് നിങ്ങളെന്നാണ്. നമ്മളങ്ങനെ എല്ലാവരും സമാദരിക്കപ്പെടുന്ന ഒരു കഥാപാത്രം വന്നാൽ ഒന്നീ താങ്കൾ അല്ലെങ്കിൽ അങ്ങ് എന്ന്. ഇങ്ങനൊരു ചെറിയ ന്യൂനത ഒഴിച്ചാൽ ഇതിനകത്ത് ഒരു തെറ്റും കണ്ടുപിടിക്കാനൊക്കാത്ത പൂർണ്ണമായുമുള്ള. പിന്നെ ഇതിൽ പ്രമേയം എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ, ഇവിടെ കൂടിയിരിക്കുന്നവരും പലരും ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥനൊരു ട്രാൻസ്ഫർ വരുമ്പോൾ, ജയകുമാർ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ കൊടുക്കുന്നത്, അയാളൊരു പഴയകാലത്ത് ഒരു ട്രങ്ക് പെട്ടിയും കുടയും തൂക്കി പെരുമഴയത്ത് വരികയാണ്. എവിടെ ഓഫീസ് എന്താണെന്നറിയില്ല. ആ ഓഫീസ് കണ്ടുപിടിക്കാനുള്ള പ്രയാസം. പിന്നെ പുതിയ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഞാനെന്ന ഭാവത്തിലുള്ള തർക്കങ്ങൾ, പ്രൊമോഷൻ പ്രശ്നങ്ങൾ, ഈ തർക്കങ്ങളും ഇതിൻ്റെ എല്ലാം ഇടയിൽ അയാളുടെ ഗ്രഹാതുരത്വം, ഭാര്യയും മക്കളും വേറെ അന്യ ദേശത്ത് താമസിക്കുന്നു, അവരുടെ സ്ഥിതി എന്തായി, അവരെ ഒന്ന് വിളിക്കാനോ ഫോൺ വിളിക്കാനോ ചിന്തിക്കാൻ പോലും ഇയാൾക്ക് സമയം കിട്ടാത്ത ഉദ്യോഗത്തിൻ്റേതായിട്ടുള്ളത്. അതിൽ വളരെ സാമൂഹ്യ വിമർശനവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ ഇയാൾ താമസിക്കാൻ സ്ഥലം കിട്ടുന്നില്ല, വളരെ കഷ്ടപ്പെട്ട് എവിടെയോ പോയി ഒരു റൂം കിട്ടി അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ. ആ റൂമിൽ കിടക്കുമ്പോഴും അർദ്ധരാത്രി ആയപ്പോഴത്തേക്കൊരു നിലവിളി കേൾക്കുകയാണ്, ഒരു സ്ത്രീ വിളിക്കുകയാണ്, എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലവിളി. ഇയാൾ പേടിച്ച് വിറച്ചു, അയാൾക്കന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പോരാങ്കിൽ കൊതുകുകളുടെ ശല്യവും ഉറക്കമൊഴിക്കുന്നു. അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് അയാൾ രാവിലെ വെളിയിലിറങ്ങിയിട്ട് ചായക്കടയിൽ ചെന്നപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, ഇന്നലെ ഉറങ്ങാൻ പറ്റിയോ? എന്താ ചോദിച്ചത്? അത് അവിടെ ഒരു സ്ത്രീയെ കൊല ചെയ്ത വീടാണ്, സ്ഥലമാണ് അവിടെ. അത് എന്തിനാ കൊല ചെയ്തത്? അത് അവൾക്ക് വേറൊരാളുമായിട്ട് അവീത ബന്ധം ഉണ്ടായിരുന്നു. ഇത് ഭർത്താവ് കണ്ടുപിടിച്ചു, ഭർത്താവ് അവളെയും കൊന്ന് അയാളെയും വെട്ടി. പക്ഷേ അയാൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് അയാൾ പോയി ആത്മഹത്യ. പിന്നെ അയാൾക്ക് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല, കൊതുകുകൾ മാത്രമല്ല ഈ പ്രേതത്തിൻ്റെ ശല്യം. അത് കഴിഞ്ഞ് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അകലെ പോയി താമസിച്ചു. അവിടെ ചെന്നപ്പോൾ അയാളുടെ റൂമിൻ്റെ ബാത്റൂമിന് വേറൊരു വാതിലുണ്ട്, അതൊരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ പോലെ ആളുകൾ കയറി ഇറക്കുന്നതിൻ്റെയാണ്. അങ്ങനെ താമസിക്കാനുള്ള പ്രയാസം, പിന്നെയുള്ള ദുരിതങ്ങൾ, വീട്ടിലേക്ക് പോകുന്നു, ഉദ്യോഗത്തിൻ്റേതായിട്ടുള്ളത്. അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അന്നേരമാണ് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി മരിക്കുന്നത്. ആഭ്യന്തര മരിച്ചു ഉടനെ അന്ന് രാത്രിയിൽ കളക്ടർ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് 2000 ട്യൂബ് ലൈറ്റുകൾ, മറ്റേ ഇലുമിനേഷൻസ്, ഫ്ലഡ് ലൈറ്റുകൾ, മുളകൾ, കറുത്ത കൊടി, ഇതെല്ലാം നേരം വെളുക്കുന്നതിനകം ചെയ്യണമെന്ന്. ഇയാൾ ഉറക്കമില്ലാതെ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ ഈ ആഭ്യന്തരമന്ത്രിയുടെ മരണത്തെക്കുറിച്ച് വളരെ നർമ്മത്തിൽ കലർന്ന സാമൂഹ്യ വിമർശനങ്ങൾ. പിന്നെ ഇയാളെ ഒരു എൻക്വയറി കമ്മീഷൻ വയ്ക്കുന്നു, അവിടെ ഒരു യൂണിയൻ നേതാവും വേറൊരു ഓഫീസറുമായിട്ടുള്ള തർക്കത്തിൽ. ആ എൻക്വയറി കമ്മീഷൻ്റെ കള്ളത്തരങ്ങളും ഇതൊക്കെ. അപ്പം ജീവനക്കാരെ എല്ലാ രംഗത്തും കള്ളനാണയങ്ങളുണ്ട്. ജീവനക്കാരെ 2ആയി അദ്ദേഹം തിരിക്കുന്നു. ഒരു വിഭാഗം സത്യസന്ധമായി ജോലി ചെയ്യുന്നവർ, മറ്റേ ഒരു വിഭാഗമുണ്ട് ആഭ്യന്തരമന്ത്രി മരിച്ചാൽ ഇനി ഒരു മന്ത്രിയും കൂടെ മരിക്കണേ, അതിൻ്റെ 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപയുടെ വൗച്ചർ കൊടുത്ത് വെട്ടിക്കാമെന്ന് കരുതുന്ന സാമൂഹ്യ വിമർശനവും കൂടി ഒരു കൃതിയുടെ ഒരു ധർമ്മമാണ്. അതുപോലെ ഹെറിറ്റേജ് ബിൽഡിങ്സുകൾ പൊളിച്ചു കളയുന്നതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും സമയം കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് ഭാര്യയും മക്കളെയും കാണാനായിട്ട് ഒരു ഞായറാഴ്ച ഒരു ദിവസത്തെ അവധി ദിവസം. പക്ഷേ അവിടെ തിരിക്കുമ്പോഴത്തേക്കാണ് അതിന് ബുക്ക് ചെയ്ത ട്രെയിൻ കിട്ടുന്നില്ല. കാരണം പെരുമഴ, മണ്ണിടിഞ്ഞ് വീണു, ട്രെയിനിന്. അത് കഴിഞ്ഞ് ബസ്സിൽ കയറുമ്പോഴത്തേക്ക് ബസ്സിൽ 50 പേർക്ക് 60 പേർക്ക് ഇരിക്കാവുന്നിടത്ത് 200-300 പേരാണ് ബസ്സിൽ കയറുന്നത്. കാലിലുള്ള ചവിട്ടും ഇതുമെല്ലാം സഹിച്ച് ഏതാണ്ട് വെളുപ്പാൻ രാവിലെ ആയപ്പോഴത്തേക്കാണ്, ഞായറാഴ്ച രാവിലെ പ്രഭാതം തുടരുമ്പോഴാണ് ഇയാൾ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെല്ലുമ്പം പെരുമഴ കാരണം അടുത്ത വീട്ടുകാർക്കെല്ലാം വീടും റൂമും എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഭാര്യയുമായിട്ടൊന്ന് ഒറ്റയ്ക്കൊന്ന് കാണാൻ പോലും അവസരം കിട്ടാത്ത, മക്കളെ ഒന്ന് താലോലിക്കാൻ പോലും കിട്ടാത്ത അവസരം. വീണ്ടും അയാൾ രാത്രി പിറ്റേ ദിവസത്തേക്ക് ജോലിക്ക് വേണ്ടി തിരിക്കുന്നു. അപ്പോഴും ഇത് കണക്ക് ട്രെയിനില്ല. ബസ്സിൽ കയറി ഇയാളുടെ മുട്ടൊടിയുന്നു. വളരെ വേദനിച്ച് അയാളുടെ ഓരോരുത്തരുടെ ചവിട്ട് കൊള്ളുമ്പോഴും എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താകുന്നു എന്ന് NV ആഫ്രിക്കയിൽ പാടിയതുപോലെ ഈ പാവം ജയകുമാർ എന്ന ഉദ്യോഗസ്ഥൻ്റെ കാലിലേൽക്കുന്ന ഓരോ ചവിട്ടും അയാൾ വേദന കൊണ്ട് വിളയുമ്പോൾ അത് വായനക്കാരൻ്റെ കാലിലേൽക്കുന്ന ഒരു ചവിട്ടായിട്ട്, വേദനയായിട്ട് നമുക്ക് മാറുന്നു. അത് ചുരുക്കത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ
പച്ചയായ ജീവിതം അതേ കണക്ക് തന്നെ ഇതിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ പ്രമേയവും ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വട്ടത്തിന് പുറത്ത്. ഈ വട്ടത്തിന് പുറത്ത് എന്ന് ഇത് കേട്ടപ്പോൾ തന്നെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ കുട്ടിക്കാലത്തിൽ ഒരു എണ്ണയാട്ടുന്ന ഇതുണ്ട്, നിന്നിരിക്കുന്ന കുട്ടികൾക്കൊന്നും അതറിയില്ല. ആ എണ്ണയാട്ടുന്ന കാളയാണ് പിന്നെ ഒരു വട്ടത്തിൽ ഇങ്ങനെ കറങ്ങും. അതിന് ചക്കും കുറ്റിക്കാളയെന്നാണ് പറയുന്നത്. കാരണം ചക്കിൽ ആട്ടുന്ന ആ കുറ്റിയിലിട്ടിട്ട് ഇതിങ്ങനെ ഒരു വട്ടത്തിൽ കറങ്ങും. അപ്പോൾ ഈ കാളയ്ക്കൊരു വികാരമില്ല, ഈ കാളയ്ക്കൊരു കുടുംബമില്ല. 4 മതിലുകൾക്ക് അകത്തടങ്ങുന്ന ഒരു ഓഫീസും 4 മതിലുകൾക്കടങ്ങുന്ന ഒരു ലോഡ്ജ് മുറിയുമുള്ള ജയകുമാറിനെ പോലെ ജയകുമാർ ഒരു ചക്കും കുറ്റിക്കാളയാവുന്നു. രാവിലെ എണീക്കുന്നു, ദിനേരികൾ കഴിയുന്നു, ഓഫീസിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കൊതുകടി കണ്ട് ഉറങ്ങുന്നു. അപ്പം ജീവിതത്തിനൊരർത്ഥമില്ല ഈ ഉദ്യോഗസ്ഥന്മാർക്കെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, കാരണം ഇത് ട്രാൻസ്ഫർ ജീവിതത്തിൻ്റെ ദുരന്തമാണെന്ന് പറയുന്നത്. BSSL ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ ഇല്ലാത്തതുകൊണ്ട് ഈ ദുരന്തം പുസ്തകം വായിച്ചാലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇത് ട്രാൻസ്ഫർ അനുഭവിച്ചിട്ടുള്ള എന്നെപ്പോലുള്ളവർക്ക് ഇത് ശരിക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പം ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ജീവിതത്തിൻ്റെ യാന്ത്രികമായ ജീവിതത്തിൻ്റെ വട്ടത്തിൽ നിന്ന് പുറത്ത് കിടക്കുക. അതായിരിക്കണം ജീവിതധർമ്മം, അതായിരിക്കണം ഉദ്യോഗസ്ഥനായാലും ഏത് തലത്തിലുള്ളവരായാലും അവരുടെ കർമ്മം എന്ന ഒരാശയമാണ് ഇതിൽ തന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ വിവർത്തകൻ തന്നെ പറയും. ഓരോരുത്തർക്കും ഓരോ കൃതിക്കും അവരവരുടേതായ വ്യാഖ്യാനങ്ങൾ നൽകാൻ കഴിയും. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കൂടുതൽ കൃതികൾ രചിക്കാൻ മോഹൻകുമാറിനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അദ്ദേഹം വിവർത്തനം മാത്രമല്ല ചെറുകഥ, നോവല്, ബാലസാഹിത്യത്തിലെല്ലാം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നേരത്തെ ഞാൻ പറഞ്ഞ ദേശീയോദ്ഗ്രഥനത്തിനെല്ലാം ഉപകരിക്കുന്ന, നമ്മുടെ സാംസ്കാരിക സമന്വയത്തിന് ഉപകരിക്കുന്ന വിവർത്തനങ്ങൾ കൂടുതൽ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്ത പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പ്രതാപ് കിഴക്കേമഠമാണ്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ. സംസാരിക്കുന്നതിനായി ശ്രീ പ്രതാപ് കിഴക്കേമഠം സാറിന്. നമസ്കാരം. വേദിയിലിരിക്കുന്ന ആദരണീയനായ അധ്യക്ഷൻ ശ്രീ BS ബാലചന്ദ്രൻ സാർ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയായ ഡോക്ടർ MR തമ്പാൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീമതി ജയ ശ്രീകുമാർ, എഴുത്തുകാരനും നാടകപ്രവർത്തനും ആയ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കവിയത്രിയും സാഹിത്യപ്രവർത്തകയുമായ ശൈലജ രവീന്ദ്രൻ, കവിയും അധ്യാപകനുമായ ശ്രീ പുലിപ്പാറ ബിജു, ശ്രീമതി പബ്ലിക്കേഷൻ നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസറായ ശ്രീമതി സിന്ധു സുരേഷ്, ഗ്രന്ഥകാരനായ ശ്രീ മോഹൻകുമാർ S. കുഴുത്തറ, അതുപോലെ പ്രിയപ്പെട്ട സദസ്സിലെ സാഹിത്യ പ്രേമികളെ, നമ്മുടെ തമിഴ് സാഹിത്യത്തിലെ ശക്തരായ പ്രതിനിധികൾ അത്രയും അല്ലെങ്കിൽ ഒട്ടേറെയും നമ്മുടെ തെക്കൻ തിരുവിതാംകൂറുമായി ബന്ധമുള്ളവരാണ്. അതിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തമിഴ് സാഹിത്യത്തിലെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ദേശീയഗാനം എഴുതിയ മനോന്മണിയം P. സുന്ദരംപിള്ളയും വയ്യാപുരി പിള്ളയും, അതുപോലെ ദേശിക വിനായകൻ പിള്ള, അങ്ങനെ നിരവധി പേർ നമ്മുടെ കന്യാകുമാരി ജില്ലയുമായും തിരുവനന്തപുരവുമായും ഒക്കെ ബന്ധമുള്ളവരാണ്. അപ്പോൾ മാത്രമല്ല, ഇവരെല്ലാം ജനിച്ചത് പഴയ തിരുവിതാംകൂറിൻ്റെ, തെക്കൻ തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ വേണാടിൻ്റെ ഒരു ഭാഗം ആയ കന്യാകുമാരി ജില്ലയിലും, അതുപോലെ വള്ളിയൂർ, നാഗുനേരി,
തിരുനെൽവേലിയുടെ ആ ഭാഗവും തിരുച്ചെന്തൂരും ഒക്കെയുള്ള ബന്ധങ്ങൾ, അങ്ങനെ നിരവധി സാഹിത്യകാരന്മാർ ഈ മേഖലയിൽ നിന്ന് വന്നവരാണ്. അതുപോലെ തിരുവനന്തപുരത്ത് അവരുടെ കർമ്മമണ്ഡലവും, അവിടെയൊക്കെ നാഗർകോവിലൊക്കെ ജനിച്ചവരാണെങ്കിൽ പോലും അവരുടെ കർമ്മമണ്ഡലവും അവരെ വളർത്തിയ നഗരവുമാണ് തിരുവനന്തപുരം. അതിനുശേഷമാണ് നമ്മുടെ തമിഴ് സാഹിത്യത്തിൻ്റെ ആധുനികത 1960കളിൽ തമിഴ് സാഹിത്യത്തിൻ്റെ ആധുനികത അത് പുഷ്പിച്ചപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരും നമ്മുടെ തെക്കൻ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. ആ മാധവനും സുന്ദരരാമസ്വാമിയും അതുപോലെ നീലാപത്മനാഭനും എസ് രാമകൃഷ്ണനും എന്ന് പറയുന്ന കുങ്കുമം ഭാര്യയുടെ പത്രാധിപരായിരുന്നു. നിരവധി തമിഴ് കൃതികൾ എഴുതിച്ചിട്ടുള്ള ആളാണ്. ഇതിനിടയിൽ ഒരു പ്രതിഭാസം എന്നോണം കടന്നു വന്ന, ആധുനികയുടെ വക്താവല്ല എങ്കിൽ പോലും ഒരു പ്രതിഭാസം എന്നോണം കടന്നു വന്ന ഒരു സാഹിത്യകാരനാണ് തോപ്പിൽ മുഹമ്മദ് വീരൻ. അതിനുശേഷമാണ് ശ്രീ ജയമോഹനൊക്കെ വരുന്നത്. ഇവരെല്ലാവരും ആധുനികതയുടെ വക്താക്കൾ തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ജയമോഹനൊക്കെ വരുന്നത്. ജയമോഹൻ ആ ഒരു ഉത്തരാധുനികതയുടെ ഒക്കെ വക്താക്കൾ അല്ലെങ്കിൽ ആ ഒരു പാത പിന്തുടർന്നവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആധുനികതയുടെ തുടർച്ചയാണ് ജയമോഹനൊക്കെ. ഇവർ മലയാളത്തിൽ തമിഴ് സാഹിത്യവും അല്ലെങ്കിൽ തമിഴ് ഭാഷയും മലയാളവും എന്നുള്ള ആ ഒരു ദ്വന്ദ്ഭാവം അതൊന്നുമില്ലാതെ തന്നെ ഈ രണ്ടിൻ്റെയും ഒരു സിൽക്ക് റൂട്ടെന്നോ അല്ലെങ്കിൽ ഒരു പാമ്പൻ പാലമെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ഇവരുടെ ഈ രണ്ട്. കാരണം ഇവരെല്ലാവരും സുന്ദരരാമസ്വാമി ആയാലും നകുലനായാലും നീലാപത്മനാഭനായാലും ഒക്കെ തമിഴർക്ക് മലയാളിയെ പരിചയപ്പെടുത്തി കൊടുത്ത സാഹിത്യകാരന്മാരാണ്. മലയാളികളായ സാഹിത്യകാരന്മാരെ തമിഴ് സാഹിത്യത്തിന് പരിചയപ്പെടുത്തുകയും തമിഴ് സാഹിത്യത്തിലെ പ്രബുദ്ധരായ പലവരെയും മലയാളത്തിൽ പരിചയപ്പെടുത്തിയവരാണ്. അതിൻ്റെ ഒരു പിന്മുറക്കാരനാണ് ഇന്ന് ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയ ശ്രീ മോഹൻകുമാർ എസ്. കുഴുത്തറ. അദ്ദേഹം കവിതയും ചെറുകഥയും നോവലും അതുപോലെ പല കൃതികളും ഏറെ എല്ലാ സാഹിത്യത്തിൻ്റെ നാനാ ശാഖകളിൽ കൈവച്ച ഒരു സാഹിത്യകാരനാണ്. മലയാള സമാജത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ്. ഇന്നും അത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തായാലും കൊല്ലത്തുമുള്ള സാഹിത്യകാരന്മാരെ ആറ്റൂരിലെ NVKS ക്ഷണിച്ച് അവിടെ എല്ലാ മാസവും മുടങ്ങാതെ മലയാള സമാജത്തിൻ്റെ സാഹിത്യ ചർച്ചകളും മറ്റുമൊക്കെ അവിടെ നടത്താറുള്ളത് ശ്രീ മോഹൻകുമാറാണ്. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തിന് തമിഴ് സംഘം ഇന്ന് അതിൻ്റെ മുഖ്യ കാരണക്കാരനായ ശ്രീ മുരുകൻ, അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, ശ്രീ S. മുരുകൻ. ആ തമിഴ് സംഘം ഇന്ന് തമിഴ് സാഹിത്യത്തിൽ അറിയപ്പെടുന്ന, തമിഴ് സാഹിത്യ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. അതിന് കാരണം തന്നെ തിരുവനന്തപുരത്ത് നാഗർകോവിലുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും തിരുവനന്തപുരവുമായി ബന്ധമുള്ളതായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ മേൽപ്പറഞ്ഞ പ്രാമാണികരായിട്ടുള്ള തമിഴ് പണ്ഡിതന്മാരുടെ, കവികളും പണ്ഡിതന്മാരുമായി ഞാൻ നേരത്തെ പേര് സൂചിപ്പിച്ച തമിഴ് പണ്ഡിതന്മാരുടെ അവരെല്ലാം സ്ഥാപിച്ച അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ തമിഴ് സംഘം ഇന്ന് തമിഴ് സാഹിത്യ മണ്ഡലത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. നമ്മുടെ ഇവിടെ നേരത്തെ നമ്മുടെ MR തമ്പാൻ സാറ് പറഞ്ഞതുപോലെ, തമിഴിനെ കുറിച്ച് പറഞ്ഞതുപോലെ, തമിഴിൽ നിന്നാണോ മലയാളം ഉണ്ടായത് അതോ സംസ്കൃതത്തിൽ നിന്നാണോ മലയാളം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള തർക്കങ്ങൾ സാഹിത്യ പണ്ഡിതന്മാർക്കിടയിൽ, സാഹിത്യകാരന്മാർക്കിടയിൽ നടന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് 180 വർഷത്തിലേറെ പഴക്കമുണ്ട്. കാരണം അക്കാലത്തെ സാഹിത്യ ചരിത്രം ഒരു പ്രശസ്തമായ സാഹിത്യ ചരിത്രമല്ല, ഒരു പ്രശസ്തമായ ഒരു മാസിക ഉണ്ടായിരുന്നു, ത്രൈമാസികമാണ്. ആ ത്രൈമാസികത്തിൽ അതിലെല്ലാവരും അന്ന് പ്രശസ്തരായിട്ടുള്ള കവികളും പണ്ഡിതന്മാരും ഒക്കെയാണ് അന്ന് അതിൽ എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ ഉള്ള ചർച്ചകളിലൊക്കെ സാറ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, MR തമ്പാൻ സാറ് പറഞ്ഞതുപോലെ ഗോദവർമ്മയും
അതുപോലെയുള്ള നമ്മുടെ സാഹിത്യകാരന്മാരെല്ലാം, അക്കാലത്തെ സാഹിത്യകാരന്മാരെല്ലാം അന്യോന്യം ഉള്ളൂരും ശൂരനാട് കുഞ്ഞമ്പിള്ളി അങ്ങനെയുള്ള നിരവധി പേർ ഇതിനെ സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ലേഖനങ്ങൾ. അപ്പോൾ അത്രയും വർഷത്തെ ഒരു ഇതിനെ സംബന്ധിക്കുന്ന ഭാഷ, ഈ മലയാള ഭാഷ ഈ തമിഴിൽ നിന്ന് വന്നതാണോ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണോ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ചർച്ച അന്ന് മുതൽ തന്നെ ഇന്നും അത് തുടർന്നു കൊണ്ട് തന്നെ പോവുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ചെന്തമിഴുണ്ട്, ചെമ്മാക്കിയ തമിഴുണ്ട്, കൊടുന്തമിഴുണ്ട്. ഈ ചെമ്മാക്കിയ തമിഴെന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ അത് തിരുത്തിയ തമിഴാണ്. പക്ഷെ നമ്മളെ മലയാളത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെയ്തിട്ടുള്ളത് കൊടുന്തമിഴാണ്. ഇവിടെ നീലാപത്മനാഭനായാലും നകുലനായാലും തോപ്പിൽ മുഹമ്മദ് മീരാനായാലും മറ്റ് നമ്മുടെ ജയമോഹനായാലും ഒക്കെ അവരെല്ലാം ആ മാധവനും ഒക്കെ എഴുതിയ, തിരുവനന്തപുരത്ത് ഇരുന്ന് എഴുതിയ അല്ലെങ്കിൽ നാഗർകോവിലിൽ ഇരുന്ന് എഴുതിയ കഥകൾ ഒക്കെയും വായിക്കുമ്പോൾ, ആ കൃതികൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാഷ, അത് ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ അത് ഒരു കുമരികാണ്ഡ തമിഴ് എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിൻ്റേതായ ഒരു ഭാഷയിൽ കന്യാകുമാരിയിൽ നിന്നും അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ പല ഭാഗത്തു നിന്നും തിരുവനന്തപുരത്ത് കുടിയേറി പാർത്തവരുടെ ഭാഷ, ഇങ്ങനെ സങ്കരമായ ഒരു ഭാഷയുടെ ഒരു പ്രത്യേകമായ ഒരു ശൈലി, അങ്ങനെ അതിനെ കുമരികാണ്ഡ തമിഴ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അത്തരമൊരു വിശേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് അവരുടെ കൃതികൾ വായിച്ചാൽ നമുക്കങ്ങനെ തോന്നും. ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ലഭിച്ച ഈ നിമിഷത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷം. അദ്ദേഹത്തോട്, നമ്മുടെ മോഹൻകുമാർ വൃത്തറയോട് നന്ദി പറയുന്നു. അതുപോലെ BSSൻ്റെ ഭാരത് സേവക് സഭാൻ്റെ എല്ലാമെല്ലാമായ ശ്രീ BS ബാലേന്ദ്രൻ സാറിൻ്റെ സദ്ഭാവന ട്രസ്റ്റിനോടും ഇവിടെ ഇരിക്കുന്ന എല്ലാ സാഹിത്യകാരന്മാരോടും സാഹിത്യകാരികളോടും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സ്വാമി. സദ്ഭാവന ട്രസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള നീല പത്മനാഭൻ സാർ എഴുതുകയും അതിനെ വളരെ മനോഹരമായി മോഹൻകുമാർ കുഴിത്തുറ വിവർത്തനം ചെയ്യുകയും ചെയ്ത പുസ്തക പ്രകാശന ചടങ്ങിലെ ബഹുമാന്യനായ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ആകർഷണമുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഭാരത് സമാജിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ, അതിലുപരി പുതിയ എഴുത്തുകാരെയും ആസ്വാദകരെയും ചേർത്ത് നിർത്തുന്ന ഒരു സംഘമാക്കി, ഒരു സമ്മേളന സ്ഥാനമാക്കി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കുവാൻ മറ്റാർക്കും കഴിയാത്ത രീതിയിൽ പ്രവർത്തിച്ച എനിക്ക് ആദരണീയനായ BS ബാലേന്ദ്ര സാർ അദ്ദേഹമാണ് അധ്യക്ഷൻ. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഞങ്ങളെല്ലാം എപ്പോഴും ഗുരുസ്ഥാനീയനായി തന്നെ എപ്പോഴും മനസ്സിൽ ആദരിക്കുന്ന വൈജ്ഞാനിക സാഹിത്യകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു വർഷത്തിൽ 100-ലേറെ പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രമാണ് പുറത്തിറക്കുകയും ഗവേഷണ കൗതുകമുള്ള പുതിയ എഴുത്തുകാരെയും ചരിത്ര അവബോധമുള്ള വൈജ്ഞാനിക സാഹിത്യകാരന്മാരെയും ഒക്കെ തന്നെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും മാതൃകയായി ഉയർത്തിക്കാട്ടാവുന്ന ഡയറക്ടർ എന്ന നിലയിലും എഴുത്തുകാരൻ ഡോക്ടർ MR തമ്പാൻ അവർ ചരിത്രത്തെ വളച്ചൊടിക്കാതെ അത് സത്യമാണെന്ന് തെളിയിക്കാൻ സാധിച്ചുള്ള എഴുത്തുകാർ വളരെ കുറവാണ്, ഗവേഷകർ വളരെ കുറവാണ്. അതിന് വിരോധാഭാസമായിട്ട് തന്നെ ഒരു യഥാർത്ഥ ചരിത്ര ഗവേഷകൻ എന്ന നിലയിലും ഇരയിമൻ തമ്പി
ഭാഷാ പഠന കേന്ദ്രത്തിൻ്റെ മുഖ്യ സാരഥി എന്ന നിലയിലുമൊക്കെ തന്നെ മലയാള ഭാഷയ്ക്ക് അതുപോലെ തന്നെ ചരിത്രത്തിന് എടുത്തു കാട്ടാവുന്ന വ്യക്തിത്വം എഴുത്തുകാരൻ ശ്രീ പ്രതാപ് കിഴക്കേമഠം. അദ്ദേഹം രേമൻ തമ്പിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് കൂടി അറിയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. താരാട്ടിൻ്റെ സംസ്കാരം കേട്ട് വളർന്നവരാണ് നമ്മൾ എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കണം. ഇവിടെ കവിയും സാഹിത്യ പ്രവർത്തകയും എന്നതിലുപരി ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ബഹുമാന്യ അംഗവും, ഞാൻ അദ്ദേഹത്തിൻ്റെ തറവാടിൽ പോയിട്ടുണ്ട്, ശൈലജ രവീന്ദ്രൻ. കാണേണ്ട തറവാടാണ്. അതിൻ്റെ എതിരെ ഒരു മലയുണ്ട്. അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ശിവനെ കാണാം. ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് ശൈലജ രവീന്ദ്രൻ. അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങളൊരു കവിയരങ്ങിന് പോയതാണ്. ശൈലജയുടെ വീട്ടിൽ പോയിട്ടേ പോകുള്ളൂ എന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചു. ശൈലജയ്ക്ക് സന്തോഷമായി. ശൈലജയുടെ കൃതികൾ സൗഹൃദപൂർവ്വം എനിക്ക് തന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടില്ല, എല്ലാം വായിച്ചിട്ടുണ്ട്, മിക്കവാറും ഉണ്ടാക്കാൻ. വാസ്തവത്തിൽ മലയാളത്തിലും തമിഴിലും ഒരേപോലെ ജ്ഞാനമുള്ള എഴുത്തുകാരി എന്ന നിലയിൽ ശൈലജയ്ക്ക് മലയാളത്തിൽ ഈ സ്ഥാനമൊന്നും കൊടുത്താൽ പോരാ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ശൈലജ വളരെ ഗണ്യമായ സംഭാവനകൾ മലയാളത്തിലും തമിഴിലും ചെയ്തിട്ടുള്ള ആളാണ്. തമിഴിൽ ഒത്തിരി കൃതികൾ ചെയ്തിട്ടുണ്ട്, തർജ്ജമയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിശാലമായ ചിന്തയുടെ എഴുത്തിൻ്റെ വ്യക്തിത്വമാണ് ശൈലജ രവീന്ദ്രൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ് തിരുവനന്തപുരത്തെ ബിജു പുലിപ്പാറ. ഞാൻ ബിജു ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും അത് പറയാറുണ്ട്. നല്ല കവിതകൾ ഈ വർത്തമാനകാലത്ത് മലയാള കവിതയ്ക്ക് എടുത്തു കാട്ടാവുന്ന തരത്തിൽ വൈവിധ്യമാർന്ന പ്രമേയങ്ങളും വിഷയങ്ങളും സ്വീകരിച്ചുകൊണ്ട് കവിത എഴുതുന്ന, നമ്മളെ സ്വാധീനിക്കത്തക്കവണ്ണം ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകനും പ്രഭാഷകനും നിരൂപകനുമൊക്കെയായ ബിജു പുലിപ്പാറ കവിയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞത് എനിക്ക് ഏറ്റവും ബഹുമാന്യായ ഈ സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഇന്ത്യയിൽ തന്നെ മാതൃകയായി എടുത്തു കാട്ടാവുന്ന പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ബാലേന്ദ്ര സാറിനോടൊപ്പം സെക്രട്ടറി എന്ന നിലയിൽ വെറുതെ പറയുകയല്ല, എല്ലാ കാര്യങ്ങളെയും അവഗാഹമായി തന്നെ പഠിച്ച് കണ്ട് കേട്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ, ഇതിൻ്റെ ഭരണ കാര്യങ്ങൾ നോക്കുവാനും ഒക്കെ പ്രഗത്ഭയായ ഇതിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ. നന്ദി പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സിന്ധു സുരേഷ്, പബ്ലിക്കേഷൻ ഓഫീസറാണ്, നന്നായിട്ട് ഈ പുസ്തകം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല സിന്ധു ഇവിടെ വരുന്നവരോടെല്ലാവരും വളരെ സാഹോദര്യബോധത്തോടെ, വളരെ ഐക്യത്തോടെ, സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഒരിക്കൽ വന്നാൽ നമുക്കെല്ലാവർക്കും ഈ സ്ഥാപനത്തിലെ ജയശ്രീ മേഡം അതുപോലെ തന്നെ ബാലേന്ദ്ര സാർ അതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും വരണമെന്ന്, നമ്മുടെയൊക്കെ ഒരു വീടായിട്ടാണ്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു വീടായി, പക്ഷേ എല്ലാ പരിപാടിക്കും എത്താൻ പറ്റുന്നില്ല. മാസിക പരിപാടിക്കൊന്നും പ്രതിമാസ പരിപാടിക്കൊന്നും വരാൻ സാധിക്കുന്നില്ല. സൗഹൃദം കൂടിയതുകൊണ്ട് ധാരാളം ഇടപെടലുകളുണ്ട് എന്ന് മാത്രം. സിന്ധു സുരേഷ്, ഞാൻ ആരുടെയെങ്കിലും പേര് മുരുകൻ സാർ എത്തിയിട്ടില്ല, എല്ലാവരുടെയും പേര് പറഞ്ഞു. പക്ഷേ നമ്മളിന്ന് കൂടിയത് എൻ്റെ പ്രിയ സഹോദരനും വിശാല ഹൃദയനും എഴുത്തുകാരനും മലയാളത്തിൻ്റെ മിക്ക സാഹിത്യ ശാഖകളും കൈകാര്യം ചെയ്തിട്ടുള്ള, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ധന്യത കിട്ടും, പക്ഷേ മറ്റുള്ളവർക്ക് അതിനേക്കാൾ സൗഖ്യവും ധന്യതയും കിട്ടുന്നതായിരിക്കണം എൻ്റെ പ്രവർത്തനം എന്ന് സാഹിത്യ സൗഹൃദ വേദിയിലൂടെ കുഴിത്തുറ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ കുറ്റബോധം. അതുകൊണ്ട് 9-ാം തീയതി എത്തും എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. ഇതുവരെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹപൂർവ്വം എന്നെ പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഏതെങ്കിലും കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ നേരത്തെ ഏറ്റുപോയ കാര്യങ്ങളോ ഒക്കെ വരും. അത് തീർച്ചയായിട്ടും ഇപ്പോൾ 9-ാം തീയതി എഴുതിയിട്ടിരിക്കുക, വന്നിരിക്കുകയാണ്. തിരുവട്ടാറ് എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്, കുഴിത്തുറയൊക്കെ തന്നെ. ഞങ്ങൾ കുഴിത്തുറ വെച്ചാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ നമുക്ക് മലയാളത്തിൻ്റെ ഇതര ശാഖകളെ രചനയിലൂടെ സമ്മാനിച്ചിട്ടുള്ള, വളരെ ആത്മാർത്ഥമായി തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മോഹൻകുമാർ എസ് കുഴിത്തുറ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്ത് പറയാൻ അർഹരായിട്ടുള്ളവരാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും പേര് പറഞ്ഞതായി
ആരുടെങ്കിലും ഒരാളെ പേര് വിട്ടുപോയാൽ അക്ഷന്തവ്യമായ അപരാധം. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ദീർഘമായില്ല, കാരണം 5 മണിക്ക് ഇവിടുത്തെ ജീവനക്കാർക്ക് 5 മണിക്ക് മുമ്പേ പോകാനുള്ള എന്തോ ഇല്ലേ? ഇല്ല, അംഗങ്ങളെ പ്രവർത്തകരാണ്, ക്ഷമിക്കുക. അപ്പോൾ സാറ് പറയാൻ ജീവനക്കാരല്ല, പ്രവർത്തകരാണ്. പ്രവർത്തകർക്ക് 5 മണിക്ക് പ്രവർത്തിക്കുന്നതാണ് ജീവനം, അല്ലേ? അപ്പോൾ സദ്ഭാവനയിലെ പ്രവർത്തകരെ, ഈ പുസ്തകം 192 പേജുകളിൽ അവസാനിക്കുന്നു, 42 അധ്യായങ്ങളിൽ അവസാനിക്കുന്നു എന്നാണ് എൻ്റെ തോന്നൽ. വളരെ മനോഹരമായി, നിങ്ങൾക്കറിയാമല്ലോ, കറുപ്പിൽ തന്നെ തിളങ്ങുന്ന ലിപികളാൽ അതിൻ്റെ പുറം പേജ് വളരെ മനോഹരമായി തന്നെ നമുക്ക് എടുത്താൽ ഒരു നിലവാരമുള്ള പുസ്തക പ്രസിദ്ധീകരണമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നീല പത്മനാഭൻ സാറിനെ കുറിച്ച് 2 വാക്ക് പറയാം. സാറ് പറഞ്ഞതുപോലെ ഒരു 30-35 കൊല്ലം മുമ്പ് ഞാൻ സെക്രട്ടറി സർവീസിലുള്ളപ്പോൾ പവർ ഹൗസിൽ ഓണാഘോഷത്തിന് എന്നെ ഒരു അതിഥിയായി ക്ഷണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവിടെയല്ലേ നീല പത്മനാഭൻ സാറുള്ള? ആണാണ്. പക്ഷെ സാറന്ന് ആ ചടങ്ങിനില്ലായിരുന്നു, സാറിനെന്തോ മീറ്റിങ്ങോ കാര്യമായിട്ട് സാറന്നില്ലായിരുന്നു, ഓഫീസിലായിരുന്നു. അപ്പോൾ എനിക്കൊരു വിറയലുണ്ടായിരുന്നു. കാരണം നീല പത്മനാഭൻ സാറ് ജോലിയെടുക്കുന്ന, അവിടെ അധിപനായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ എഴുതി ഒരു 10-30 കൊല്ലം കഴിഞ്ഞ ഞാൻ കയറി ചെല്ലുന്നത് എത്ര ഉചിതമാകും? സാറ് 10-50 വർഷമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളായി, ഇപ്പോൾ അതിലേറെ വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ധൈര്യപൂർവ്വം അവിടെ പോവുകയും പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ റൈറ്റേഴ്സ് ഫോറത്തിലാണ് സ്ഥിരമായി സാറിനെ കാണുമായിരുന്നു. ഇപ്പോൾ ഒരു 1-1.5 വർഷം കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടാറുണ്ട്. റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ച് വളരെ സൗമ്യമായി തന്നെ സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആളുകളുമായി ഇടപെടുന്നതിനും ഒക്കെ തന്നെ നീല പത്മനാഭൻ സാറിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. 42-ലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. 40-ലേറെ അല്ലേ? കഥയായിരുന്നാലും കവിതയായിരുന്നാലും ലേഖനങ്ങൾ, ഉപന്യാസങ്ങളായിരുന്നാലും നോവലുകളായിരുന്നാലും അത്രമാത്രം സംഭാവന തമിഴിലും മലയാളത്തിലും കൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു സവിശേഷത ഞാൻ കണ്ടിട്ടുള്ളത്, അദ്ദേഹം തിരുവനന്തപുരത്ത് നമ്മുടെ കരമനയ്ക്കടുത്താണ് ജനിച്ചത് എന്ന് നമുക്കറിയാം. നമ്മളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചൊക്കെ ആദ്യം ഇരുന്ന ആ സ്ഥലം, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ചെന്തിട്ട. കറക്റ്റ്, താങ്ക് യു. ചെന്തിട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. ഞാൻ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പ്രക്ഷോഭവുമായി 10-50 പേര് തമിഴ്നാട്ടിൽ പോയിരുന്നു. ഞാനന്ന് ഒരു സംഘടനയുടെ ഭാരവാഹിയായിരുന്നു, ബിജുവിനറിയാം. അവിടെ ചെന്ന് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ സമരം ചെയ്തു. അന്ന് പൊന്നീലൻ ആയിരുന്നു, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പൊന്നീലനായിരുന്നു അന്ന് അവിടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വൈകുന്നേരം വരെ ഞങ്ങളായിരുന്നു അവിടെ നിന്ന് ഊണൊക്കെ തന്നവർ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ പോലീസ് തടഞ്ഞു. കാരണം ഞങ്ങളെ പേരിൽ കേസെടുക്കണം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ പ്രക്ഷോഭമായി വരുന്നവരെ എല്ലാ അഡ്രസ്സ് ശേഖരിച്ച് അവരുടെ മേൽ കേസെടുക്കണം. അങ്ങനെ ഞങ്ങൾ തടഞ്ഞു. പോലീസ് ഞങ്ങളെ വിട്ടില്ല, ഞങ്ങളെ ലോക്കപ്പിലാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തർക്കവും ഉന്തും തള്ളുമായിട്ട് നിന്നപ്പോൾ ഒരു വെള്ള കാറ് വന്ന് പാഞ്ഞ് നിർത്തുകയാണ്. ഞങ്ങളുടെ ബസ്സിൻ്റെ ബാനർ കണ്ടോട്ട്. അത് പൊന്നീലനായിരുന്നു. വിടപ്പ അവരെ വെറുതെ വിട് എന്ന് പറഞ്ഞു. സർക്കിളും SI ഒക്കെ പുറകോട്ട് മാറിയെന്ന് സല്യൂട്ട് അടിച്ചു. പറഞ്ഞ എന്താണെന്നറിയോ? നീല പത്മനാഭന്റെ നാട്ടുകാരാണ് അവർ. ഒന്നും പറഞ്ഞില്ല. നീല പത്മനാഭന്റെ നാട്ടുകാരാണ്. അവിടെ തമിഴിലും മലയാളത്തിലും അറിയപ്പെടുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ നീല പത്മനാഭന്റെ ആ ഒരു മുഖം പൊന്നീലൻ ഞങ്ങൾക്ക് കാട്ടിത്തരികയും കൂടുതൽ നീല പത്മനാഭനെ കുറിച്ച് അറിയുവാൻ സാധ്യമാവുകയും ചെയ്തു. ശൈലജ നീല സാറിൻ്റെ കൃതികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൃതികളിലേക്കൊന്നും കിടക്കില്ല. ഈ പുസ്തകം തമ്പാൻ സാർ വളരെ സംക്ഷിപ്തമായി നന്നായി ഇവിടെ അവതരിപ്പിച്ചു. കാരണം ഞാനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു. പക്ഷേ എൻ്റെ സർക്കാർ ജോലി ആദ്യം കിട്ടിയതൊക്കെ ട്രാൻസ്ഫറുള്ള ജോലിയായിരുന്നു. കണ്ണൂർ പോയി, അവിടെ നിന്ന് പാലക്കാട് പോയി, പിന്നെ തിരുവനന്തപുരത്ത് വന്നു.
പിന്നെ വന്നത് സെക്രട്ടേറിയറ്റ് സർവീസ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ട്രാൻസ്ഫറായി പോകേണ്ട കാര്യമില്ല, അവിടെ ഇരുന്നാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഇല്ലാതെയും ട്രാൻസ്ഫറായും ഉള്ള ഉദ്യോഗസ്ഥ ജീവിതം അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഈ ട്രാൻസ്ഫറിലൂടെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു അന്തസ്സത്ത, സത്യസന്ധമായ പ്രതിഫലനം ഈ കൃതിയിൽ നിന്ന് ചോർന്നു പോകാതെ മോഹൻകുമാർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. 1-2 പേജ് മറിച്ചു നോക്കിയപ്പോൾ വളരെ ലളിതവും മനോഹരവും ദുരൂഹതയില്ലാത്തതുമായിട്ടുള്ള ഭാഷയിൽ ആഖ്യാനം ചെയ്യുവാൻ, നോവൽ എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ സമഗ്രമായ അവതരണമാണ് നോവൽ. ചെറുകഥയെ പോലെയല്ല, സമഗ്രമായ അവതരണമാണ്. ഒരു വ്യക്തിയുടെ, വിജയകുമാർ എന്ന് പറയുന്ന നായകൻ്റെ സമഗ്രമായ ജീവിതത്തിൻ്റെ, ഔദ്യോഗിക ജീവിതത്തിൻ്റെ സമഗ്രമായ ഒരു അവതരണം ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷം. നോവലിൻ്റെ ലക്ഷണമൊത്ത, നോവലിൻ്റെ തർജ്ജമ തന്നെയാണ്, ലക്ഷണമൊത്ത തർജ്ജമ തന്നെയാണ്. തമ്പാൽ സാർ പറയുന്ന പോലെ ഈ തർജ്ജമ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ഗുണം ആ നോവലിൻ്റെ അല്ലെങ്കിൽ ആ കൃതിയുടെ. പക്ഷേ ഇത് ഗുണം നഷ്ടപ്പെട്ടിട്ടില്ല. തമ്പാൽ സാർ മെനഞ്ഞാന്നും കൂടെ ഞങ്ങളൊരു പുസ്തകപ്രകാശനമായിട്ട് ബന്ധപ്പെട്ട ഈ തർജ്ജമയെക്കുറിച്ച് പറയുമ്പോൾ സാറ് പറഞ്ഞു, എന്താണോ അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അതാണ് യഥാർത്ഥ കാര്യം ആ നോവലിൽ. സാറ് പറഞ്ഞു, ഞാനത് ഓർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു നഷ്ടം വന്നിട്ടില്ല, നമുക്ക് നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത്. നഷ്ടപ്പെടാതെ ആ സർഗബോധം നിലനിർത്തുവാൻ, ആ സാഹിത്യബോധത്തോടുകൂടി കർമ്മനിരതനായിരുന്നു കൊണ്ട് ഈ 42 അധ്യായവും അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സദ്ഭാവന ഇറക്കിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ അകത്ത് നോക്കുമ്പോൾ അറിയാം. ആ പേജുകൾ അതെല്ലാം തന്നെ മനോഹരമായി ലേഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചതിന് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് തർജ്ജമ ചെയ്തിട്ടുള്ള മോഹൻകുമാർ എപ്പോഴും കണ്ടാലും ഒരു കുടുംബത്തിലെ അംഗമായി സഹോദര സ്നേഹത്തോടുകൂടി നമ്മളോട് സംവദിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. മറ്റവർ കാണാതൊക്കെ എനിക്ക് ചിലരൊക്കെ ഇതങ്ങനെയല്ല, നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ ആയിരിക്കണം സഹൃദയരെല്ലാവരും. ഒരുപക്ഷെ നമ്മൾ കണ്ടില്ല എന്നിരിക്കും അല്ലേ, നമ്മുടെ അടുത്ത് എന്നെ കണ്ടില്ല, ശൈലജ ഞാൻ കണ്ടില്ല, ശൈലജ എൻ്റെ അടുത്ത് വന്നു. ശൈലജ, അയ്യോ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു. ആ മനോഭാവമാണ് എഴുത്തുകാരന് വേണ്ടത്. കാണാതെ പോകുന്ന അവസ്ഥ സഹൃദയന് ഒരിക്കലും യോജിക്കുന്നതല്ല. അങ്ങനെ എല്ലാം ഈ നോവലിലും ഉള്ള എല്ലാ അന്തസ്സത്തെയും കണ്ടുകൊണ്ട് വിവർത്തനം ചെയ്ത കഥാകൃത്തും കവിയും നോവലിസ്റ്റും ലേഖകനും ഒക്കെയായ മോഹൻകുമാറിന് എല്ലാ ആശംസകൾ നേരുന്നു. ഒപ്പം സദ്ഭാവനയ്ക്കും ഇതിൻ്റെ പ്രവർത്തനം. നന്ദി.